കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ഞാൻ ഗായത്രിയുടെ അടുത്ത് സംസാരിക്കായിരുന്നേ. ഇഷ്ടത്തിലാണ് ഒരാളുമായിട്ട് 7 വർഷമായിട്ട്. വീട്ടുകാരെ സമ്മതിക്കുന്നില്ല. എന്നാ ഗായത്രി അപ്പൊ ചെയ്യുന്നേ? ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചേക്കുവാണ്. ഞങ്ങൾ വേറെ രണ്ടുപേരും കൂടി എടുത്ത തീരുമാനമാണ്. വീട്ടുകാരെ വെറുപ്പിച്ചുകൊണ്ട് ഇറങ്ങിപ്പോക്കില്ല. അതൊരു എന്തെങ്കിലും ഒന്ന് നടത്തി തരുന്നവരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. എത്ര വയസ്സായാലും ഞങ്ങൾ ഇരിക്കാൻ തയ്യാറാണ്. മനസ്സിലായി. ഈ അടവൊക്കെ എന്റെ പല ഫ്രണ്ട്സ് എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. കെട്ടുവാണെങ്കിൽ ഈ ആളെ മാത്രം അല്ല, ഞാൻ ഇവിടെ നിന്നോളാന്ന്. ഞാനിവിടെ നിന്നോളാം. എനിക്ക് ഇത് വലിയ വിഷമമൊന്നുള്ള കാര്യമല്ല. എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഞാൻ ഒറ്റയ്ക്ക് നിന്നോളാം. അതായത് അവസാനം ഒരു ഗതി ഇല്ലാതെ അവര് കെട്ടിച്ച് തന്നോളൂന്ന്. അതെ, അത്രേ ഉള്ളൂ. ഞങ്ങളായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല. ആരെയും കൊണ്ട് പറയിച്ചിട്ട് ഒരു നാണക്കേടൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇതുവരെ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്നോളാം. അതെ, ഞങ്ങൾ ഇവിടെ നിന്നോളാം. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടേ കെട്ടിക്ക്. ലവ് ബൈറ്റ്സ് ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്നവർക്ക് എന്തൊക്കെ ഐഡിയാസാ ഗായത്രി കൊടുക്കുന്നതെന്ന് അറിയോ? ഇനി ഒരു കാര്യം കൂടെ നമ്മൾ വിട്ടുപോയിട്ടുണ്ട്. ലവ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരുമ്പോ ആ രഹസ്യം ഞാൻ റിവീൽ ചെയ്യാം. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. This is Kerala's number 1 FM Club FM. You are listening to Love Bites with Reenu. എൻ്റെ കൂടെ ഗായത്രി ഈ കക്ഷിയുടെ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലേ? മാജിക് ഡേ ആയ 12/12 ബർത്ത്ഡേ. അശ്ശോ, അത് മിസ്സായി പോയല്ലോ. ഒത്തിരി മെസ്സേജ് ഉണ്ട്, അതുകൊണ്ടാട്ടോ. നമുക്ക് പക്ഷെ ഇപ്പൊ ഒരു വിഷ് കൊടുത്താലോ? ഓക്കെ, പറഞ്ഞോ. ഇങ്ങനെ പറയാനാണോ പറഞ്ഞത്? ഇനി അത് ഞാൻ പറയണോ? പറഞ്ഞോളൂ. അയ്യോ, എനിക്ക് വേണ്ട, എനിക്ക് വേറെ ആളൊക്കെ ഉണ്ട്. ഗായത്രി പറഞ്ഞാ മതി. ഷിൻഡോനോട് എനിക്ക് പറയാനൊന്നുമില്ല. ഐ ലവ് യു, അത്രേ ഉള്ളൂ. അപ്പൊ അടുത്ത പാട്ട് ഷിൻഡോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം. ജോഡിയുടെ ഒരു പാട്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാ. വെച്ചേക്കാം. ബൈ ഗായത്രി. താങ്ക് യു. പിന്നെ ആർക്കെങ്കിലൊക്കെ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണമെങ്കിൽ അറിയാലോ, ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാം. നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് and stay tuned to Love Bites on Club FM for ton കണക്കിന് റൊമാൻസ്. I miss you ജുബിനേട്ട. സെലസ് എന്നോട് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഇന്ന് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലേക്ക് പേര് വരാത്ത ആൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്. റീനു, എനിക്ക് സംസാരിക്കണം എന്ന് ഷംന പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിക്കാട്ടോ. പിന്നെ എൻ്റെ പേര് അഞ്ജലി. 6 വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിട്ട്. ഒരുപാട് പ്രോബ്ലം ഉണ്ടായി. ഇപ്പോഴും ഞങ്ങൾ എല്ലാം സഹിച്ച് വെയിറ്റ് ചെയ്യുന്നു നല്ല നാളേക്ക് വേണ്ടി. അത്രയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ് ഷബിയെ. എനിക്കും തിരിച്ച് ഷബിക്ക് എന്നെയും. പ്ലീസ് ഡെഡിക്കേറ്റ് എ റൊമാൻറ്റിക് സോങ് ഫോർ അസ്. ഡെഫിനറ്റ്ലി. ഗായത്രി പറഞ്ഞു കേട്ടില്ലേ, ഗായത്രി ഇങ്ങനെ തന്നെ നിൽക്കുക. പക്ഷെ വളരെ ശുഭപ്രതീക്ഷയിലാണ്. ധൈര്യം കൈവിടല്ലേ. പിന്നെ എൻ്റെ എല്ലാമായ ശ്രീജിത്തേട്ടന് 1000 ചുംബനങ്ങൾ. ഫെബ്രുവരി 3 ഞങ്ങളുടെ വിവാഹമാണ്. പിന്നെ എനിക്കൊരു വിഷക്കമ്മ അയച്ചു തന്നിട്ടുണ്ടേ. താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു മെസ്സേജ് അയക്കണോ, വിഷ് ചെയ്യണോ? നമ്പർ 56070, ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ്. ഇത് ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. സ്നേഹിച്ച മനസ്സുകൾ തമ്മിൽ പിരിയുമ്പോൾ അടർന്നു വീഴുന്ന ഓരോ കണ്ണുനീരത്തുള്ളിക്കും പറയാനുള്ളത് ഒന്നു മാത്രം: മറക്കുവാനായി ആരെയും സ്നേഹിക്കരുത്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു. പ്രണയ ലോകത്ത് ഒത്തിരി ചതിയന്മാരുണ്ട്. പക്ഷെ ഒന്നാലോചിച്ചാൽ വളരെ കുറവല്ലേ? ഉപേക്ഷിക്കണമെന്ന ചിന്തയോടെ നമ്മൾ പ്രണയിക്കാറുണ്ടോ? എന്നാൽ പോലും സ്വന്തമാക്കണമെന്ന് വിചാരിക്കുന്ന പ്രണയങ്ങൾ പലപ്പോഴും നമുക്ക് നഷ്ടമാകാറുണ്ട്. ചിലപ്പോഴൊക്കെ ഇത് നമ്മുടെ മാത്രം കുറ്റം കൊണ്ടാണേ. എന്തായാലും ഒന്ന് പറയാം, ഒരിക്കൽ പ്രണയം നഷ്ടപ്പെട്ടവർ പിന്നെ ഏത് പ്രണയത്തിലും കെയർഫുള്ളായി പോവും. ഒന്ന് പ്രണയം നഷ്ടപ്പെടുമ്പോഴാണ് അതിൻ്റെ വേദന മനസ്സിലാവുന്നേ. ആ വേദന ഒന്നറിഞ്ഞാൽ ഞാൻ ഉറപ്പ് പറയാം, ഇനി ഒന്ന് പ്രണയിക്കാൻ ധൈര്യമുണ്ടാവില്ല. ഇനി അഥവാ പ്രണയിച്ചാൽ തന്നെ ആ പ്രണയം നഷ്ടമാകാതിരിക്കാനായിട്ട് നമ്മളാലാകുന്ന എല്ലാം നമ്മൾ ചെയ്യും. അല്ല, ഒരു സംശയം, ഒരിക്കൽ പ്രണയിച്ച് പരാജയപ്പെട്ട ആളെ വേണം പ്രണയിക്കണമെന്നാണോ റീനു പറയുന്നേ? എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ അടുത്ത പാട്ടിന് സമയമായി. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് ലവ്